Today we are discussing about nuclear atom. So J.J. Thomson in 1898 introduced the model of atom. That model is known as Plum-Pudding model. Okay. So J.J. Thomson ആണ് ഈ ആറ്റം മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. So according to J.J. Thomson, atom consists of a positively charged uniform sphere. The negative charge particle is embedded on it. That is why it is called Plum-Pudding model. Okay. അതായത് പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ അതിൻ്റെ ഒരു യൂണിഫോം സ്ഫിയർ, ഇത് യൂണിഫോം സ്ഫിയർ. Okay. The negative charge particle is embedded on it. Okay. So total number of positive charge equal to total number of negative charge. So atoms are electrically neutral. അതുകൊണ്ട് atoms electrically neutral ആണെന്നുള്ള കൺസെപ്റ്റ് അതുകൊണ്ട്. So Thomson atom model can explain photoelectric effect, okay, effect, then thermionic emission, the thermionic emission, okay, then ionization, etc. So ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. Thermionic emission, photoelectric emission, and accession. But it not explain the origin of hydrogen spectra. Hydrogen spectra, Lyman series, Balmer series, ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി തോംസൺ ആറ്റം മോഡലിനെ പറ്റി. ഓക്കെ. അതുപോലെ തന്നെ റുദർഫോർഡ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ തോംസൺ ആറ്റം മോഡലിനെ പറ്റി. സോ അതുകൊണ്ട് തന്നെ തോംസൺ ആറ്റം മോഡൽ ഡിസ്കാർഡ് ചെയ്തു. ഓക്കെ. എന്നിട്ട് പുതിയൊരു ആറ്റം മോഡൽ വന്നു. ദാറ്റ് ഈസ് നോൺ ആസ് റുദർഫോർഡ് ആറ്റം. സോ റുദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. റുദർഫോർഡ്, ഏണസ്റ്റ് റുദർഫോർഡ് 1871 to 1937. സോ റുദർഫോർഡാണ് പുതിയൊരു ആറ്റം മോഡൽ വരുന്നത്. കാരണം തോംസൺ ആറ്റം മോഡലിന് ശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് റുദർഫോർഡ്. സോ അദ്ദേഹത്തിന് രണ്ട് സ്റ്റുഡൻസ്, അതായത് ഗീഗർ ആൻഡ് മാസ്ഡൺ, ഈ രണ്ട് സ്റ്റുഡൻസ് ഗീഗർ ആൻഡ് മാസ്ഡൺ, ഇതാണ് ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ദാറ്റ് എമിറ്റ്സ് ആൽഫ പാർട്ടിക്കിൾ. സോ ദെൻ ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്നു. ഹിയർ ഇസ് എ ലെഡ് കൊളിമേറ്റർ. ലെഡ് കൊളിമേറ്റർ എന്ന് പറയുന്ന ഈ റേഡിയേഷനെ നേരോ റേഡിയേഷൻ ആക്കി മാറ്റുന്നു. Then this is a thin metallic foil. This is gold foil. We know that the atomic number of gold is very high. That is equal to 79. കൂടാതെ ഗോൾഡ് നമുക്ക് അത് വളരെ നേരോ ആക്കിയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. സോ അതുകൊണ്ടാണ് ഇവിടെ ഗോൾഡ് യൂസ് ചെയ്തത്. Then this is zinc sulfide screen. Okay, this is microscope. So this is the arrangement of Rutherford gold foil experiment. Okay. Then ഇവിടെ ആൽഫ പാർട്ടിക്കിൾ വരുന്നുണ്ടാവും. ദെൻ ഈ ഗോൾഡ് ഫോയിൽ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, സ്കാറ്റർ ചെയ്ത്. ഓക്കെ. അങ്ങനെ സ്കാറ്റർ ചെയ്ത് പോകുന്ന സമയത്ത് അത് സ്ക്രീനിൽ സിങ്ക് സൾഫൈഡിലെ സ്ക്രീനിൽ വന്നിട്ട് അത് ഹിറ്റ് ചെയ്യും. അപ്പോൾ അവിടെ സ്പോട്ട് വരുന്നുണ്ടാവും. ദെൻ അത് മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നമ്മളത് അളന്നെടുക്കും. ഓക്കെ. സോ അപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്, സോ സെൻറ്ററിലൂടെ പോയ ആൽഫ പാർട്ടിക്കിൾ അത് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നു. ബാക്കിയുള്ള ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു, നന്നായിട്ട് സ്കാറ്റർ ചെയ്തു. ഓക്കെ. ആൽഫ പാർട്ടിക്കിൾ മീൻസ് ഹീലിയം ന്യൂക്ലിയസ്. അപ്പോൾ ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും യൂണിഫോം, അതായത് തോംസൺ പറയുന്ന പോലെ പോസിറ്റീവ് ചാർജ് എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം, ഈ ആൽഫ പാർട്ടിക്കിൾ എല്ലാ സ്ഥലത്തും റിപ്പൽ ചെയ്യണം. പക്ഷേ ആൽഫ പാർട്ടിക്കിൾ സെൻറ്ററിലുള്ള ആൽഫ
alpha particle മാത്രമേ റിപ്പൽ ചെയ്യുന്നു. ഓക്കെ, ഇതിനർത്ഥം എന്താ? ആൽഫ പാർട്ടിക്കിൾ റിപ്പൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തിനെ കണ്ടിട്ടുണ്ടാവും? ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജ് റിപ്പൽ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് എവിടെ ഉണ്ടാവും. അപ്പോൾ ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജ് അതിൻ്റെ സെൻറ്ററിലാണ്. സോ നെഗറ്റീവ് ചാർജ് ഈ പോസിറ്റീവ് ചാർജിനെ സറൗണ്ട് ചെയ്തിട്ട് നിൽക്കുന്നു. അത് റിവോൾവ് ചെയ്യുന്നു എന്നുള്ള കൺസെപ്റ്റ് റുദർഫോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഒരു എക്സ്പെരിമെൻറ്റിന് ശേഷം. ഓക്കെ, ദാറ്റ് ഈസ് ദ റുദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്, റുദർഫോർഡ് ആൽഫ സ്കാറ്ററിംഗ്. ഓക്കെ, സോ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ ഉള്ളത്. സോ അതിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം. സോ ദിസ് ഈസ് ന്യൂക്ലിയസ്. ഓക്കെ, ആൽഫ പാർട്ടിക്കിൾ വരുന്നു. സോ സെൻറ്ററിലൂടെ വന്ന ആൽഫ പാർട്ടിക്കിൾ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോകുന്നു. ദെൻ തൊട്ട് മുകളിലുള്ള ആൽഫ പാർട്ടിക്കിൾ ഡീവിയേറ്റ് ചെയ്യുന്നു. കാരണം ഇത് 180 ഡിഗ്രിയിൽ സെൻറ്ററിലൂടെ പോകുന്നത് 180 ഡിഗ്രി, പിന്നെ അതിൽ കുറഞ്ഞ് ഡിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇതിൽ രണ്ട് ടേം നമ്മൾ അറിയേണ്ടതുണ്ട്. ഒന്ന് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. സോ മിനിമം ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ദ ആൽഫ പാർട്ടിക്കിൾ എൻ്ററിങ് ടു ദ ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ഏറ്റവും അടുത്ത് വരെ എത്തുന്നു. കാരണം ന്യൂക്ലിയസിൽ തട്ടുന്നില്ല, ഒരു മിനിമം ഡിസ്റ്റൻസ് വരെ ഇത് എത്തുന്നു. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. സോ ആ സമയത്ത് ദ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. കാരണം ഇതിങ്ങനെ മൂവ് ചെയ്ത് വരികയാണ്. സോ ഇങ്ങനെ വരുന്ന സമയത്ത് കൈനറ്റിക് എനർജി കുറഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ദ കൈനറ്റിക് എനർജി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. സോ വി നോ ദാറ്റ് കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് ഇൻ ദിസ്. Okay, then this is the electrostatic potential energy. അതായത് ഈ ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് Z/E ആയിരിക്കും. കാരണം എത്രയാണോ അറ്റോമിക് നമ്പർ ഇൻറ്റു ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ. നമുക്കറിയാം ഇത് ഗോൾഡാണ്. ഓക്കെ, സോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള Z അറ്റോമിക് നമ്പർ കൂടുതലായിട്ട് Z/E ഇൻറ്റു 2E എന്ന് പറയുന്നത് ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജാണ്. കാരണം ആൽഫ പാർട്ടിക്കിൾ ഹീലിയം ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ഹീലിയം ന്യൂക്ലിയസിൽ എന്താ ഉണ്ടാവുക? 2 പ്രോട്ടോണും 2 ന്യൂട്രോണും. അപ്പോൾ പ്രോട്ടോണിനാണ് ചാർജ് ഉള്ളത്. നമുക്കറിയാം പ്രോട്ടോണിൻ്റെ ചാർജ് ഇലക്ട്രോണിൻ്റെ ചാർജ് സെയിം ആണ്. അതുകൊണ്ടാണ് ഞാനിവിടെ 2E എന്ന് എഴുതിയിട്ടുള്ളത്. ദിസ് ഈസ് Z ഈസ് നോൺ ആസ് അറ്റോമിക് നമ്പർ. ഓക്കെ, ഗോൾഡിൻ്റെ 79 ആയിരിക്കും ഈ ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ ഡിവൈഡ് ബൈ 4πε0 into R0. Okay, so this R0 is known as distance of closest approach. Okay, അപ്പോൾ ഈ ഇക്വേഷൻ 1/12mv² ഈക്വൽ ടു 1/4πε0 Z into 2E divided by R0. Okay. Then R0 equal to ZE² divided by 5ε0 mv². So this is the equation for distance of closest approach. Okay. Then next one, impact parameter. What is mean by impact parameter? So impact parameter is the perpendicular distance, okay, between the nucleus and the velocity vector of alpha particle. Okay, when it's far away from the nucleus. അതായത് ഏറ്റവും ദൂരെയുള്ള ഒരു ആൽഫ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി വെക്റ്റർ അതിൻ്റെ ആ വെലോസിറ്റി വെക്ടറിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അതായത് ന്യൂക്ലിയസ് ഇവിടെയാണ് ന്യൂക്ലിയസിൻ്റെ ഡയറക്ഷൻ. സോ ഇതാണ് വെലോസിറ്റി വെക്ടറിൻ്റെ ഡയറക്ഷൻ. അത് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് നോൺ ആസ് ഇമ്പാക്ട് പാരാമീറ്റർ. സോ അതിൻ്റെ എല്ലാത്തിൻ്റെ എല്ലാം എടുക്കുക. ഏറ്റവും ദൂരെയുള്ളത് ആൽഫ സ്കേപ്പ് ചെയ്ത് പോകുന്ന, ഏറ്റവും ദൂരെ നിന്ന് സ്കേപ്പ് ചെയ്ത് പോകുന്ന ആൽഫ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി വെക്ടറും ന്യൂക്ലിയസ് തമ്മിലുള്ള perpendicular distance, that is known as impact parameter. So impact parameter the equations ഉണ്ട്, that is b equals small letter b equal to ZE square cot theta by 2. Here is theta എന്ന് പറയുന്നതാണ് divided by 4πε0 half mv². Okay, this is the equation for impact parameter, where Z is the atomic number, E charge of an electron, theta is the scattering angle, then V is the velocity, m mass of alpha particle, till ε0 permittivity of physics. Okay, so this is distance of closest approach and impact parameter. So next one, Rutherford scattering formula. N of theta equal to ni small n t z square e raised to 4 divided by 8 pi epsilon 0 whole square r square
kinetic energy square sin raised to 4 theta by 2. Okay. This n of theta എന്ന് പറയുന്നത് that is number of alpha particle per unit area that reach the screen at a scattering angle of theta. അതായത് ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ വരുന്നു. ഓക്കെ, ഇങ്ങനെ ആൽഫ പാർട്ടിക്കിൾ വരുമ്പോൾ സ്കാറ്റർ ചെയ്യുന്നു, ഒരു പെർട്ടിക്കുലർ ആംഗിളിലേക്ക് സ്കാറ്റർ ചെയ്ത് പോകുന്നതായിരിക്കും ഈ ഒരു ആംഗിൾ. അപ്പോൾ ആ പെർട്ടിക്കുലർ ആംഗിളിൽ എത്രമാത്രം നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റർ ചെയ്തു, ഒരു ആംഗിൾ, സോളിഡ് ആംഗിൾ എടുക്കും, ദാറ്റ് ഈസ് തീറ്റ. ആ സോളിഡ് ആംഗിളിൽ എത്രമാത്രം ആൽഫ പാർട്ടിക്കിൾ നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതാണ് എൻ ഓഫ് തീറ്റ. ഓക്കെ, ദെൻ next one ni. Ni is the number of alpha particles. Okay. Number of alpha particle, total number of alpha particles. Then small n is the number of alpha particle per unit area of gold foil. Gold foil is the number density ആണ് small. Capital N എന്ന് പറയുന്നത് alpha particle total number ആണ്. Then T is the thickness. T എന്ന് പറയുന്നത് thickness of gold foil. Okay, thickness of gold foil. Gold foil thickness ആണ്. Then Z is the atomic number. We know that the gold has atomic number 79. Okay, then E, charge of an electron. Then epsilon 0, permittivity of the free space. Then R is the distance, okay, nucleus particle distance, kinetic energy, then theta is the scattering angle. Okay, so ഇതാണ് Rutherford scattering technique. Okay, അതായത് സ്കാറ്റർ ചെയ്ത് വരുന്ന ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ സ്കാറ്റർ ചെയ്ത് വരുന്ന നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ. ഓക്കെ, അതാണ് ഈ ഇക്വേഷൻ പറയുന്നത്. സോ എൻ ഓഫ് തീറ്റ ഈക്വൽ ടു എൻ ഐ into small n T z square e raised to 4 8 pi epsilon 0 all square r square kinetic energy square sin raised to 4 theta by 2. Okay, so this is the expression. N of theta is the number of alpha particles per unit area that reach the screen at a scattering angle of theta. Okay, then T is the gold foil thickness, small n the number density of gold foil. So Ni, the total number of alpha particles emitted. Okay, then Z is the atomic number of gold foil, that is 79. E is the charge of an electron. Then epsilon 0, permittivity of free space. Then R is the closest distance from the nucleus. Then theta is the scattering angle. So this is the Rutherford scattering. So next one, Rutherford atom model. Okay, next one, Rutherford atom model. Gold foil experiment എന്നുള്ള കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് Rutherford atom model propose ചെയ്തു. According to Rutherford atom model, positively charged particle located at the center. Okay. Then electrons are revolving around the nucleus. Okay. So positively charged particle located at the center. So this is known as nucleus. So the diameter of the nucleus is 10 raised to 15 meter. This is equal to 1 Fermi. This distance is equal to 1 Fermi. Then electrons are revolving around the nucleus. So diameter of the atom equal to 10 raised to minus 10 meter, that is equal to 1 angstrom. This is the diameter of the atom. Okay. So this is the Rutherford atom model. Okay. So what are the drawbacks of Rutherford atom model? Well, it could not explain the stability of an atom. The stability of atom explain ചെയ്യാൻ വേണ്ടി പറ്റില്ല. Stability, okay,
of an atom. That is the main drawbacks of Rutherford atom. Drawbacks of Rutherford atom. So according to classical theory of electrodynamics, the accelerated charged particle always radiated energy. Then that energy decreased. So finally these electrons are fall into the nucleus. Okay. അതായത് ആക്സിലറേറ്റ് ചെയ്യുന്ന ചാർജ് പാർട്ടിക്കിൾ എല്ലായ്പ്പോഴും റേഡിയേഷൻ ലിമിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് എന്താ ചെയ്യുന്നത്? ആക്സിലറേറ്റ് ചെയ്തിട്ട് റിവോൾവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് എനർജി എമിറ്റ് ചെയ്തു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇലക്ട്രോൺ ന്യൂക്ലിയസിലേക്ക് വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് നോൺ എക്സിസ്റ്റൻസ് ഓഫ് എൻ ആറ്റം. അപ്പം ആറ്റം ഉണ്ടായി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇല്ലാത്ത അവസ്ഥ വരും. അപ്പോൾ നമ്മുടെ ഈ ഒരു യൂണിവേഴ്സ് തന്നെ ഇല്ലാത്തൊരു അവസ്ഥ വരും. ഈ ഒരു ആറ്റം മോഡലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആറ്റം എന്ന് പറയുന്നത് ഉണ്ടാവില്ല, പിന്നെ ഒന്നും ഉണ്ടാവില്ല, നമ്മളും ഉണ്ടാവില്ല, റുദർഫോർഡും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. This is the main drawbacks of Rutherford atom model. It could not explain the stability of an atom. Then second one, according to Rutherford atom model, the atomic spectrums are continuous, but in practical situation, it is a discrete. നമുക്ക് പറയാം ഹൈഡ്രജൻ സ്പെക്ട്രം എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ സ്പെക്ട്രം കണ്ടിന്യൂസ് അല്ല, ഡിസ്ക്രീറ്റ് ആണ്. അപ്പം ഈ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള സ്പെക്ട്രൽ ലൈൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റുദർഫോർഡ് ആറ്റം മോഡൽ. സോ ദീസ് ആർ ദ മെയിൻ ഡ്രോബാക്സ് ഓഫ് റുദർഫോർഡ് ആറ്റം. സോ അതിനുശേഷമാണ് ബോർ ആറ്റം മോഡൽ. സോ നെക്സ്റ്റ് വൺ, ബോർ ആറ്റം മോഡൽ. Niels Bohr, 1884 to 1962, who put forward a new atom model that is known as Bohr atom model. Okay. In 1913, he introduced the atom model. So according to Bohr atom model, electrons are revolving around the nucleus in a circular orbit. ഇദ്ദേഹം പറഞ്ഞു സർക്കുലാർ ഓർബിറ്റിലാണ് ഇലക്ട്രോൺസ് റിവോൾവ്. ഓക്കെ, ദ ഫസ്റ്റ് കൺസെപ്റ്റ് ഈസ് സർക്കുലാർ ഓർബിറ്റ്. സർക്കുലാർ ഓർബിറ്റ് എന്തിനാണ് ഈ സർക്കുലാർ ഓർബിറ്റ് എടുത്തിരിക്കുന്നത്? കാരണം സർക്കിളിനാണ് സിമെട്രി ഉള്ളത്. അപ്പോൾ ഈ സിമെട്രി നമ്മുടെ സർക്കിളിൽ എല്ലാ ഭാഗത്തേക്കും ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കും. ദാറ്റ് ഈസ് വൈ സിമെട്രി എന്ന് പറയുന്നത്. ദ സെക്കൻഡ് വൺ, the stationary orbit, the concept of stationary orbit. Okay, stationary orbit, ആ ഒരു കൺസെപ്റ്റ് ആണ്. അതായത് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു, എല്ലാ ഓർബിറ്റിലും റിവോൾവ് ചെയ്യുന്നു. സോ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. സോ ആംഗുലാർ മൊമെന്റം ഈക്വൽ ടു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. ഓക്കെ, അങ്ങനെയുള്ള ഓർബിറ്റ് സ്റ്റേഷനറി ഓർബിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ആംഗുലാർ മൊമെന്റ് എന്തായിരിക്കും? ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് nh/2, വേർ n is equal to 1, 2, 3 etc. അപ്പോൾ ഈ ഒരു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2πയിൽ റിവോൾവ് ചെയ്യുന്ന ഓർബിറ്റ്, അതിലൂടെ അങ്ങനെയുള്ള ഓർബിറ്റിലൂടെ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുമ്പോൾ അത് എനർജി റേഡിയേറ്റ് ചെയ്യുന്നില്ല. സോ അങ്ങനെ റുദർഫോർഡിൻ്റെ ആ ഡ്രോബാക്സ് അത് ഈ ബോർ ആറ്റം മോഡൽ ഇവിടെ പരിഹരിക്കുന്നുണ്ട്. ഓക്കെ, then third one, അതായത് ഇലക്ട്രോൺസ് ഈ ഓർബിറ്റിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ റിവോൾവ് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ളൊരു ഇലക്ട്രോൺ, ഔട്ടർ മോസ്റ്റിലുള്ള ഇലക്ട്രോൺ, സോ അതിന് എനർജി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ആ ഇലക്ട്രോൺ ഇന്നർമോസ്റ്റ് ഷെല്ലിലേക്ക് വരുമ്പോൾ ആ
എക്സ്ട്രാ ഉള്ള എനർജി പുറത്തേക്ക് റേഡിയേറ്റ്. ഓക്കെ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ ഇന്നർ ഷെല്ലിലേക്ക് വരുമ്പോൾ ആ രണ്ട് ഓർബിറ്റിനിടയിലുള്ള എത്രയാണോ എനർജി അധികമുള്ളത് അത് ലിമിറ്റ് ചെയ്തിട്ടാണ്. സിമിലർലി ഇവിടെയുള്ള ഒരു ഇലക്ട്രോൺ, ഇന്നർ ഓർബിറ്റിലെ ഇലക്ട്രോൺ ഔട്ടർ ഓർബിറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്യും. കാരണം ഇവിടത്തേക്കാണോ പോകേണ്ടത് ആ ഓർബിറ്റിലേക്ക് വേണ്ടുന്ന എനർജി ഇത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇവിടുത്തെ ഇലക്ട്രോൺ ഇവിടത്തേക്ക് ജമ്പ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺ ഇന്നർ ഓർബിറ്റിന് ഔട്ടർ ഓർബിറ്റിന് ഇന്നർ ഓർബിറ്റിലേക്ക് പോകുന്ന ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺ, അതും ബോർ ആറ്റം മോഡലിൻ്റെ പോസ്റ്റ്ലേസ്. അപ്പോൾ ബോർ 3 പോസ്റ്റ്ലേസ് ആണ് കൊണ്ടുവരുന്നത്. ഒന്ന് ദ കൺസെപ്റ്റ് ഓഫ് സർക്കുലർ ഓർബിറ്റ്. ഓക്കെ, ദ സെക്കൻഡ് വൺ ദ കൺസെപ്റ്റ് ഓഫ് സ്റ്റേഷനറി ഓർബിറ്റ്. ഇപ്പോൾ സ്റ്റേഷനറി ഓർബിറ്റിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താ? അതായത് ഇലക്ട്രോൺ ന്യൂക്ലിയസ് വെച്ച് റിവോൾവ് ചെയ്യുമ്പോൾ അത്തരം ഓർബിറ്റിൽ ആംഗുലാർ മൊമെന്റ് എന്തായിരിക്കും? h/2π ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π where n equal to 1, 2, 3 etc. Then next one, the transition of electron. outermost ഷെല്ലിലെ ഇലക്ട്രോൺ അതിന് എനർജി കൂടുതലായിരിക്കും, അത് ഇന്നർ ഓർബിറ്റിലേക്ക് വരുമ്പോൾ അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ അതിന് അധികമുള്ള എനർജി പുറത്തേക്ക് ചെയ്യും. അതുപോലെ ഇന്നറിലുള്ള ഇലക്ട്രോൺ ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്യും, എന്നാൽ മാത്രമേ അതിന് പുറത്തേക്ക് അടുത്ത ഓർബിറ്റിലേക്ക് പോകാൻ പറ്റൂ. ഓക്കെ, സോ ദീസ് ആർ ദ പോസ്റ്റ്ലേസ് ഓഫ് Bohr atom model. So what are the drawbacks of Bohr atom model? What are the drawbacks of Bohr atom model? First one, it is valid only for one electron atom. One electron ആറ്റത്തിലാണ് ഇത് വാലിഡ് ആയിട്ടുള്ളത്. മെനി ഇലക്ട്രോൺസ് വരുന്ന സമയത്ത്, ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺസ് വരുന്ന സമയത്ത് ബോർ ആറ്റം മോഡൽ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യുന്നത് ബുദ്ധിമുട്ട് വരും. കാരണം സ്ക്രീനിങ് എഫക്റ്റ് ഒക്കെ വരുന്നുണ്ട്. മറ്റ് ആറ്റത്തിൻ്റെ ഇലക്ട്രിക് ഫീൽഡൊക്കെ ഇതിലൊക്കെ വന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റാതെ. സോ വൺ ഇലക്ട്രോൺ ആറ്റം, എക്സാമ്പിൾ ഹൈഡ്രജൻ He+, ഓക്കെ, ലിഥിയം 2+ ആൻഡ് സോഡിയം പ്ലസ്. സോ ഇത്തരത്തിലുള്ള വൺ ആറ്റം, വൺ ഇലക്ട്രോൺ ആറ്റം, അതായത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരാറ്റത്തിലൊരു ഇലക്ട്രോൺ ഉള്ള രീതിയിൽ. അപ്പോൾ അത്തരത്തിലുള്ള ആറ്റത്തിലാണ് ഇത് വാലിഡ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് വാലിഡ് ഓൺലി ഫോർ വൺ ഇലക്ട്രോൺ ആറ്റം. ഓക്കെ, സെക്കൻഡ് വൺ, Bohr atom model explains the orbit is circular in nature, but Sommerfeld atom model. So അതിനുശേഷം പറഞ്ഞാൽ Sommerfeld atom model. So ആ atom model പറയുന്നത് these orbits are elliptical in nature. അപ്പോൾ ആ Bohr atom model പറഞ്ഞത് സർക്കുലർ ആണെന്നുണ്ട്, പക്ഷേ Sommerfeld atom model അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്? എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണ്. സോ ഇത് മറ്റൊരു ഡ്രോബാക്സ് ആണ് Bohr atom model. Third one, intensity of spectral line could not explain. എല്ലാ സ്പെക്ട്രൽ ലൈനിൻ്റെ ഇൻറ്റൻസിറ്റി ഒരുപോലെ. ഹൈഡ്രജൻ സ്പെക്ട്രം തന്നെ എല്ലാത്തിൻ്റെ ഇൻറ്റൻസിറ്റി ഡിഫറെൻ്റ് ആണ്. സോ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് Bohr atom മോഡലിനെ പറ്റി. സോ നെക്സ്റ്റ് വൺ, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ഫൈൻ സ്ട്രക്ചർ ഓഫ് സ്പെക്ട്രൽ ലൈൻ. അതായത് ചില ലൈൻസ്, അതായത് ബാൾമർ സീരീസ് അങ്ങനെയുള്ള ലൈൻസിലൊക്കെ ഒരു ലൈൻസിൽ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലൈൻസ് ഉണ്ട്. L-alpha, ആൽഫ, ബീറ്റ, ഗാമ അങ്ങനെയൊക്കെ വരുന്നു. സോ ഫൈൻ സ്ട്രക്ചർ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഫൈൻ സ്ട്രക്ചർ സ്പെക്ട്രൽ ലൈൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് Bohr atom model. സോ ഫിഫ്ത്ത് വൺ, ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ Zeeman effect and Stark effect. So what do you mean by Zeeman effect? The splitting of spectral line, the presence of magnetic field is known as Zeeman effect. The magnetic field in the presence of spectral line split it, that is known as Zeeman effect. ആ Zeeman effect explain ചെയ്യാൻ വേണ്ടി Bohr atom model. Similarly, Stark effect. So what do you mean by Stark effect? The splitting of spectral line, presence of electric field, that is known as Stark effect. അപ്പോൾ Zeeman effectum Stark effectum
explain ചെയ്യാൻ വേണ്ടിയിട്ട് ബോർ ആറ്റം മോഡൽ. So next one, it does not explain doublets of sodium. സോഡിയത്തിൻ്റെ രണ്ട് സ്പെക്ട്രൽ ലൈൻ, അതിൽ ഒന്നിൻ്റെ വേവ് ലെങ്ത് 5890 ആങ്സ്ട്രോം, the second one 5896 ആങ്സ്ട്രോം. എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് സ്പെക്ട്രൽ ലൈൻ വരുന്നത്? ഓക്കെ, സോ ഇതും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബോർ ആറ്റം മോഡൽ. So these are the main drawbacks of Bohr atom model. ഒന്നുകൂടി ഇത് ബ്രീഫ് ചെയ്യാം. The first one, the Bohr atom model valid only for one electron atom. Okay. Second one, orbit, circular orbit. The concept of circular orbit is put forward the Bohr atom model. But Sommerfeld atom model explain the electrons are revolving around the nucleus in elliptical orbit. Okay, same as Earth revolves the Sun in elliptical orbit. Okay. Then third one, the intensity of spectral line could not explain by Bohr atom model. എല്ലാ സ്പെക്ട്രൽ ലൈൻസും സെയിം ഇൻറ്റൻസിറ്റി അല്ല, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. It could not explain fine spectra of spectral line. ഓരോ സ്പെക്ട്രൽ ലൈനിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നു, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ സീമാൻ എഫക്റ്റ് ആൻഡ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ സ്റ്റാർക്ക് എഫക്റ്റ്. സോ വാട്ട് യു മീൻ ബൈ സീമാൻ എഫക്റ്റ്? ദ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻ ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് magnetic field, that is Zeeman effect. And what do you mean by stark effect? The splitting of spectral line due to the influence of electric field, that is known as stark effect. Okay. Sixth one, it does not explain the doublets of sodium. Sodium spectrale രണ്ട് ഫ്രീക്വൻസി, രണ്ട് വേവ് ലെങ്ത്, അത് എന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് വേവ് ലെങ്ത് 5890 ആങ്സ്ട്രോം, സെക്കൻഡ് വൺ 5896 ആങ്സ്ട്രോം. ഓക്കെ, സോ ദീസ് ആർ ദ ഡ്രോബാക്സ് ഓഫ് Bohr atom model.